എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒരു ദിനത്തിനാണ് ഇന്ന് ചെപ്പോക്ക് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. നൂറ്റാണ്ടുകളോളം മാറ്റൊലിക്കൊള്ളുന്ന ഒരു ചരിത്രം ഉർവിൽ പട്ടേൽ എന്ന യുവതാരം അവിടെ രചിച്ചു. IPL 2026-ലെ 53ാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിലുള്ള തീപ്പാറുന്ന പോരാട്ടം. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ 203 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയപ്പോൾ വിജയം അവർക്കൊപ്പമാണെന്ന് പലരും കരുതി. എന്നാൽ ലക്നൌ ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ തച്ചു തകർക്കുന്ന ഒരു മഹാകൊടുങ്കാറ്റ് ചെന്നൈയുടെ നിരയിൽ നിന്നും ആഞ്ഞുവീശുമെന്ന് അപ്പോൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. റെക്കോർഡുകൾ കടപുഴക്കിയ 13 പന്തുകൾ. ചെന്നൈയുടെ ഇന്നിംഗ്സ് ആരംഭിച്ച് ക്രീസിലെത്തിയ നിമിഷം മുതൽ ഉർവിൽ പട്ടേൽ മൈതാനത്ത് സംഹാരതാണ്ഡവമാടുകയായിരുന്നു. വെറും 13 പന്തുകൾ മാത്രം നേരിട്ട അദ്ദേഹം IPL ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കി യശസ്വി ജയ്സ്വാളിന്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡിനൊപ്പമെത്തി. ഈ ആക്രമണോത്സവമായ ഇന്നിംഗ്സിനിടെ സ്റ്റേഡിയത്തിന്റെ ഓരോ കോണിലും അദ്ദേഹത്തിന്റെ പേര് ആവേശത്തോടെ അലയടിച്ചു. ആവേശ് ഖാൻ തുടങ്ങിയ പ്രഗത്ഭരായ ബൌളർമാരെ അദ്ദേഹം മൈതാനത്തെ വെറും കളിപ്പാത്തങ്ങളാക്കി മാറ്റി. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് ഉർവിൽ തന്റെ മാന്ത്രിക അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. ആ ഐതിഹാസിക നേട്ടം പൂർത്തിയാക്കിയപ്പോൾ ഉർവിൽ തന്റെ ബാറ്റ് വായുവിൽ ഉയർത്തി വീശിയില്ല. പകരം തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ കടലാസ് കഷ്ണം പുറത്തെടുത്തു. അതിലിങ്ങനെ എഴുതിയിരുന്നു, "ദിസ് ഇസ് ഫോർ യു പപ്പ." ആ നിമിഷം ചെപ്പോക്ക് സ്റ്റേഡിയം മുഴുവൻ ഉർവിലിന്റെ പേര് വിളിച്ചാർത്തു. കാണികളുടെ എല്ലാം കണ്ണുകൾ സന്തോഷവും വികാരവും കൊണ്ട് ഈറനണിഞ്ഞു. എന്നാൽ ഏറ്റവും വൈകാരികവും മർമ്മസ്പർശിയുമായ നിമിഷം അരങ്ങേറിയത് മത്സരം അവസാനിച്ചതിനു ശേഷമാണ്. നേരെ ധോണിയുടെ അടുത്തേക്ക് ഓടിയെത്തിയ ഉർവിൽ വികാരഭരിതനായി കൈകൾ കൂപ്പി ആ ഇതിഹാസ താരത്തിന്റെ കാൽക്കൽ വീണു. ഈ അപൂർവ കാഴ്ച കണ്ട ക്രിക്കറ്റ് ലോകത്തിനൊന്നാകെ രോമാഞ്ചമുണ്ടായി. പുഞ്ചിരിയോടെ ഉർവിലിനെ വാരിയുകുഞ്ഞ ധോണി ആ യുവതാരത്തിന്റെ ശിരസിൽ കൈവച്ചനുഗ്രഹിച്ചു. റൺ മഴ മാത്രമല്ല, പതിറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രം കാണാൻ ലഭിക്കുന്ന വികാരങ്ങളുടെ വേലിയേറ്റം കൂടിയാണ് ഈ ക്രിക്കറ്റ് മഹാമേള കണ്ടത്. വിജയമായാലും പരാജയമായാലും മൈതാനത്ത് എപ്പോഴും ശാന്തനും ഗൗരവകാരനുമായി കാണപ്പെടുന്ന ക്യാപ്റ്റൻ കൂൾ MS ധോണി ഉർവിലിന്റെ ഈ അവിശ്വസനീയമായ ഇന്നിംഗ്സിനെക്കുറിച്ച് തന്റെ മൗനം വെടിഞ്ഞു. ഡ്രസ്സിംഗ് റൂമിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തീപടർത്തിയ ഹൃദയസ്പർശിയായ വാക്കുകളായിരുന്നു ധോണിയുടേത്. അപൂർവമായ അഭിമാനത്തോടെ ധോണി പറഞ്ഞു, "ഇന്ന് ചെപ്പോക്കിലെ ഈ പവിത്രമായ പിച്ചിൽ ഉർവിൽ ബാറ്റ് ചെയ്ത രീതി ഡ്രഗൌട്ടിൽ നിന്നും കണ്ടപ്പോൾ എന്റെ അന്താരാഷ്ട്ര കരിയറിലെ ആദ്യ നാളുകളെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാനും ഇതേ അഭിനിവേശത്തോടെയും നിർഭയത്വത്തോടെയുമാണ് അന്ന് എതിൽ ബൌളർമാരെ തകർക്കാൻ കളത്തിലിറങ്ങിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച ബൌളർമാർ അണിനിരന്നുകയും കടുത്ത മാനസിക സമ്മർദ്ദമുള്ള IPL പോലൊരു വേദിയിൽ വെച്ച് വെറും 13 പന്തിൽ 50 നേടുക എന്നത് ഒരു ചെറിയ കാര്യമോ തമാശയോ അല്ല. ഇതിന് ദൈവാനുഗ്രഹമുള്ള കഴിവ്, മിന്നൽ വേഗത്തിലുള്ള ടൈമിംഗ്, ഇരുമ്പ് പോലുള്ള മാനസിക കരുത്ത് എന്നിവർ ആവശ്യമാണ്. ആവേശ് ഖാൻ പോലുള്ള ഒരു പരിചയസമ്പന്നനായ ബൌളറിനെ അദ്ദേഹം നേരിട്ട രീതി അദ്ദേഹത്തിന്റെ അസാമാന്യ ധൈര്യത്തെയാണ് കാണിക്കുന്നത്. അദ്ദേഹം തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിലെ വിലമതിക്കാനാവാത്ത ഒരു രത്നമാണ്." തുടർന്ന് കണ്ണുകളിൽ ഈറനണിഞ്ഞുകൊണ്ട് ധോണി കൂട്ടിച്ചേർത്തു, "മത്സരം അവസാനിച്ചതിനു ശേഷം അദ്ദേഹം എന്റെ കാൽ തൊട്ട് വന്ദിച്ച രീതി അദ്ദേഹത്തിന്റെ ഉന്നത സ്വഭാവത്തെയും നല്ല കുടുംബ പശ്ചാത്തലത്തെയും ലോകത്തിനു മുമ്പിൽ കാണിക്കുന്നു. ഒരു ജ്യേഷ്ഠനെന്നും ഗുരുവെന്നും നിലയിൽ ഞാൻ അവനോട് പറയും, നിന്റെ യഥാർത്ഥ സ്ഥാനം ഭൂമിയിലല്ല, മറിച്ച് ഇന്ത്യയുടെ അഭിമാനം ലോകത്തിനു മുമ്പിൽ ഉയർത്തേണ്ട ക്രിക്കറ്റിന്റെ അനന്തമായ ഉയരങ്ങളിലാണെന്ന്. നിന്റെ അച്ഛന്റെ വർഷങ്ങളായുള്ള ആ വലിയ സ്വപ്നമാണ് നീ ഇന്ന് സാക്ഷാത്കരിച്ചത്." തന്റെ ആരാധ്യപുരുഷന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഉർവിലിന് കണ്ണുനീരടക്കാനായില്ല. നന്ദിയും ആദരവും ആ കണ്ണുകളിൽ നിറഞ്ഞു. വെറും 23 പന്തിൽ 8 ആകാശചുംബിയായ സിക്സറുകൾ ഉൾപ്പെടെ 65 റൺസാണ് ഉർവിൽ അളിച്ചുകൂട്ടിയത്. ലക്നൌ ബൌളർമാരുടെ ആത്മവിശ്വാസം പാടെ തകർത്ത് കളഞ്ഞ ഈ ഇന്നിംഗ്സിൽ ആവേശ് ഖാനിന്റെ ഒരേ ഓവറിൽ തുടർച്ചയായ 4 ഭയാനകമായ സിക്സറുകൾ പറത്തി ഉർവിൽ ലക്നൌവിന്റെ തന്ത്രങ്ങളുടെ നട്ടെല്ലൊടിച്ചു. മത്സരം പൂർണ്ണമായും ചെന്നൈയുടെ വരുതിയിലാക്കാൻ ഇതിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിലവിലെ ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദ് മത്സരം കഴിഞ്ഞപ്പോൾ ഉർവിലിനെ വാനോളം പുകഴ്ത്തി. കൈവിട്ടു പോകാൻ വന്ന പ്രതിസന്ധി നിറഞ്ഞ ഒരു മത്സരത്തെ ഉർവിലിന്റെ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് വളരെ എളുപ്പമാക്കി മാറ്റിയെന്നും എതിരാളികൾക്ക് തിരിച്ചുവരാൻ യാതൊരു പഴുവും നൽകിയില്ല എന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ഈ ഐതിഹാസിക വിജയങ്ങളുടെ എല്ലാം പിന്നിലെ യഥാർത്ഥ ചാലകശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് നിരയിലെ ആ മാന്ത്രികന്റെ പേര് പറയാതിരിക്കാനാവില്ല. സാക്ഷാൽ സഞ്ജു സാംസൺ. ചെന്നൈയുടെ ഇപ്പോഴത്തെ ഈ അശ്വമേധത്തിനും തുടർച്ചയായ വിജയങ്ങൾക്കും പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം സഞ്ജുവിന്റെ ബുദ്ധികൂർമ്മിതയും
അദ്ദേഹം മെനയുന്ന അപ്രതീക്ഷിതമായ തന്ത്രങ്ങളുമാണെന്ന് ഇന്ന് ക്രിക്കറ്റ് ലോകത്തെ പരസ്യരഹസ്യമാണ്. ധോണിയുടെ ഇതിഹാസതുല്യമായ സാന്നിധ്യത്തിനും ഋതുരാജിന്റെ നായകത്വത്തിനുമൊപ്പം മൈതാനത്ത് സഞ്ജു ഒരുക്കുന്ന കുരുക്കുകൾ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടിക്കുകയാണ്. വിക്കറ്റിനു പിന്നിലെ മിന്നൽ വേഗങ്ങൾക്ക് പുറമെ ബൌളർമാരെ കൃത്യമായി ഉപയോഗിക്കുന്നതിലും ഫീൽഡിംഗ് ക്രമീകരണങ്ങളിൽ വരുത്തുന്ന വിപ്ലവകരമായ മാറ്റങ്ങളിലും സഞ്ജു നടത്തുന്ന നീക്കങ്ങൾ എതിർ ക്യാപ്റ്റന്മാരെ പോലും വിയർപ്പിക്കുന്നു. ഉർവിൽ പട്ടേൽ പോലുള്ള യുവതാരങ്ങൾക്ക് യാതൊരു ഭയവുമില്ലാതെ സ്ഫോടനാത്മകമായി കളിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനു പിന്നിലും സഞ്ജുവിന്റെ ആഴത്തിലുള്ള ക്രിക്കറ്റ് ബുദ്ധിയുണ്ട്. സമ്മർദ്ദഘട്ടങ്ങളിൽ കളി തിരിക്കുന്ന ആ മാസ്റ്റർ ക്ലാസ് തന്ത്രങ്ങളാണ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ എതിരാളികൾക്ക് അപ്രാപ്യമായ ഒരു വൻമതിലാക്കി മാറ്റിയിരിക്കുന്നത്. സഞ്ജുവിന്റെ ആ മാന്ത്രിക സ്പർശമുള്ള കാലത്തോളം ചെന്നൈയെ തളയ്ക്കാൻ മറ്റൊരു ശക്തിക്കും കഴിയില്ലെന്ന് വിദഗ്ധർ പോലും ഉറപ്പിച്ചു പറയുന്നു. മത്സരം ശേഷമുള്ള പ്രസന്റേഷൻ ചടങ്ങിൽ ഉർവിലിനെ വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് അങ്ങേയറ്റത്തെ വിനയമായിരുന്നു. ഇടറുന്ന ശബ്ദത്തോടെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, "ഇന്ന് ഞാൻ കുറിച്ച റെക്കോർഡുകളോ നേടിയ റൺസോ എല്ലാം എനിക്ക് വളരെ ചെറുതാണ്. ധോണി സാറിന്റെ സ്നേഹം നിറഞ്ഞ അനുഗ്രഹവും അദ്ദേഹം എന്റെ പുറത്ത് തട്ടിയ ആ നിമിഷവുമാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ട്രോഫി. അദ്ദേഹത്തിന്റെ ഒരൊറ്റ വാക്ക് എനിക്ക് നൽകിയ ആത്മവിശ്വാസം ലോകത്തൊരിടത്തു നിന്നും ഒരു കോച്ചിങ്ങിലൂടെയും എനിക്ക് ലഭിക്കില്ല." ഉർവിലിന്റെ ഈ വാക്കുകൾ ധോണിയുടെ മഹത്വം ഉയർത്തുകയും മാത്രമല്ല, കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയ ഇന്ന് ഈ നിമിഷങ്ങളെ ഗുരു-ശിഷ്യ പരമ്പരയുടെ ഏറ്റവും മനോഹരമായ ചിത്രമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഉർവിൽ പട്ടേൽ വൈകാതെ തന്നെ ഇന്ത്യൻ കുപ്പായത്തിൽ അന്താരാഷ്ട്ര മൈതാനങ്ങളിൽ റൺമഴ പെയ്യ്ക്കുന്നത് കാണാനാകുമെന്നും ധോണിയുടെ തന്ത്രങ്ങളും ഉർവിലിന്റെ ബാറ്റിംഗ് മികവും ചെന്നൈ സൂപ്പർ കിങ്സിനെ 6ാം തവണയും ചാമ്പ്യന്മാരാക്കുമെന്നും ക്രിക്കറ്റ് പണ്ഡിതർ ഒരേ സ്വരത്തിൽ പറയുന്നു. കളിക്കാരുടെ ഉള്ളിലെ തീപ്പൊരി കണ്ടെത്തി അവരെ വലിയ താരങ്ങളാക്കി മാറ്റാനുള്ള ധോണിയുടെ കഴിവ് ഇവിടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മത്സരം ശേഷം ഡ്രസ്സിംഗ് റൂമിലെ അടച്ചിട്ട മുറിയിൽ ധോണി ഉർവിലിന് നൽകിയ ആ രഹസ്യ സന്ദേശം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയും ഇപ്പോൾ ആരാധകർക്കിടയിൽ കൊടുമ്പിരികൊള്ളുന്നു. ആ അജ്ഞാതമായ സന്ദേശം പുറത്തുവരുന്ന നിമിഷത്തിനായി ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നു. കാരണം അവിടെ നിന്നും പിറവിയെടുക്കാൻ പോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മറ്റൊരു സുവർണ അധ്യായമായിരിക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.